റാന്നി ഇട്ടിയപ്പാറയിൽ വെള്ളക്കെട്ടിനിടെ കെട്ടിടത്തിന് മുകളിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, എങ്ങനെയാണ് അഗ്നിബാധയുണ്ടായത്? മാധു, റാന്നി ഇട്ടിയപ്പാറയിൽ നാം ഇപ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ രണ്ട് മൊബൈൽ ടവറുകളുണ്ട്. ആ ടവറിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ജനറേറ്ററുകളുണ്ട്. ആ ജനറേറ്ററിനാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. വളരെ വേഗം ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് എത്തി മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇപ്പോൾ അവർ ബക്കറ്റിൽ വെള്ളം എടുത്ത് ആ ഫയർഫോഴ്സ് ജീവനക്കാർ ജനറേറ്ററിൻ്റെ തീ പിടിച്ച ഭാഗത്ത് തീ കെടുത്താനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ പോലീസും ഒപ്പം റവന്യൂ അധികാരികളും ഫയർഫോഴ്സും ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു കൂറ്റൻ കെട്ടിടത്തിൻ്റെ അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന രണ്ട് ടവറുകൾ, അതിനോട് ചേർന്ന ജനറേറ്ററിൽക്കാണ് തീ പിടിച്ചത്. ഇതിൻ്റെ താഴെയൊക്കെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. തീ പടരാതിരിക്കാൻ പരമാവധി ഇപ്പോൾ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ശ്രമിക്കുന്നുണ്ട്. വലിയ ജനറേറ്ററാണ്. ആ രണ്ട് ജനറേറ്ററിൽ ഒരു ജനറേറ്ററിനാണ് അത് തീ പിടിച്ചത്. പൂർണ്ണമായും അത് കത്തി നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ റാന്നി എംഎൽഎയും മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് സംഘവും മുകളിലേക്ക് പോയിട്ടുണ്ട്. അവരിപ്പോൾ ഇവിടെ നിന്ന് വെള്ളം, അതായത് ഫയർഫോഴ്സിൽ നിന്നും ട്യൂബ് ഘടിപ്പിച്ച് അല്ലെങ്കിൽ പൈപ്പ് ഘടിപ്പിച്ച് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇച്ചിരി കുറച്ച് ദുഷ്കരമാണ്. അതുകൊണ്ട് ബക്കറ്റിൽ വെള്ളം ശേഖരിച്ചുകൊണ്ട് ഇപ്പോൾ ആ ജനറേറ്ററിൻ്റെ ഭാഗത്ത് ഒഴിച്ച വെള്ളം കെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് അധികൃതർ പറയുന്നെങ്കിൽ പോലും ആ കെട്ടിടങ്ങൾക്ക്, ആ ജനറേറ്ററിന് താഴെ നിരവധി മുറികളൊക്കെ ഉണ്ട്, കടകളുണ്ട്. ആ കടകളിലേക്കും തീ വ്യാപിപ്പിക്കാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കെട്ടിടം തന്നെയാണ്. ഇപ്പോൾ ഏതായാലും വലിയ ആശങ്കയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനറേറ്റർ പൂർണ്ണമായും കത്തി നശിച്ചു പോയിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രവീൺ, അവിടെ ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഇതിനുള്ളിൽ മുഴുവനും അഗ്നിബാധ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടോ? നമുക്കിപ്പോൾ പുറത്തേക്ക് വളരെ കുറച്ച് ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. മാധവ്, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യം കാണിക്കാം. ഇവിടെയാണ് ഫയർഫോഴ്സ് വാഹനം കിടക്കുന്നത്. ഈ ഫയർഫോഴ്സ് വാഹനത്തിനോട് ചേർന്ന് തന്നെ നമുക്ക് കെട്ടിടങ്ങളും കാണാൻ സാധിക്കും. ഈ കാണുന്ന കെട്ടിടത്തിന്റെ മുകളിലാണ് ഈ ഒരു മൊബൈൽ ടവർ സ്ഥാപിച്ചിട്ടുള്ളത്. ആ ടവറിന്റെ ഒരു ടവറിന് താഴെ സ്ഥാപിച്ചിട്ടുള്ള ജനറേറ്ററിനാണ് തീ പിടിച്ചത്. ഇപ്പോൾ അത് മുകളിലേക്ക് അവർ കയറി തീ അടയ്ക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഉപയോഗിച്ചുകൊണ്ട് അണച്ച് ഏകദേശം കൺട്രോളാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അറിയത്തില്ല, നമുക്ക് നോക്കിയിട്ട് പറയാം. ജനറേറ്റർ അതിന്റെ തീ പൂർണ്ണമായിട്ട് അണച്ചു. അതിന്റെ ബാറ്ററി അവിടെ നിന്ന് ഷോർട്ട് ആകാനാണ് സാധ്യത. അത് പൂർണ്ണമായിട്ട് അണച്ചു. മറ്റേ അതിനപ്പുറത്തുള്ള മുറികൾക്കൊന്നും പ്രശ്നമില്ല. ഒന്നുമില്ല. ഈ ടവറിൽ വന്ന് കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഇല്ല, ഷോർട്ട് സർക്യൂട്ട് ആകാനായിരിക്കും സാധ്യത. എന്താണെന്ന് അറിയത്തില്ല. കാരണം വൈദ്യുതി ബന്ധമല്ല ഇവിടെ നിലച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. വേറെ ഒരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ മുകളിൽ തന്നെ ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആ ബാറ്ററിയും അതിന്റെ ടവറിന്റെ ആ ഭാഗം എല്ലാം അണച്ചു കഴിഞ്ഞു. മാധു, ഇന്നലെ ഈ ഭാഗത്തൊക്കെ വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയായിരുന്നു. കെട്ടിടങ്ങളിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. വെള്ളം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ മുകൾ വശത്താണ്, അതിലൊരു കെട്ടിടത്തിന്റെ മുകൾ വശത്തുണ്ടായിരുന്ന മൊബൈൽ ടവറിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ജനറേറ്ററിനാണ് തീ പിടിച്ചത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് തീ ഏതായാലും അണച്ചിട്ടുണ്ട്, ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. മാധു, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. താഴെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ മുകൾ ഭാഗത്ത് തീ പടർന്നു പിടിച്ചിരിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്.